കൂടുതലായി കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുവാൻ സാധിക്കുമോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ കാർഡിയോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സൈക്ലിംഗ്, സ്വിമ്മിങ്, റോയിങ്, റണ്ണിങ്, സ്ക്വാഡ് ജമ്പ്, ജമ്പിംഗ് ജാക്ക്, ജമ്പിംഗ് റോപ്പ്, മൗണ്ടൻ ക്ലൈംബേഴ്സ്, ബർപ്പി ഇതുപോലുള്ള കാർഡിയോ വർക്കൗട്ടുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ 1 മണിക്കൂർ വളരെ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 മുതൽ 400 വരെ കാലറി ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് നിങ്ങളുടെ ഈ കാലറി ബേൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കുന്നില്ല എങ്കിൽ ഈ ബേണായതെല്ലാം തിരിച്ച് അതുപോലെ വരും. അതായത് നിങ്ങൾ 100 ഗ്രാം ചിപ്സ്, വെറും 100 ഗ്രാം ചിപ്സ് കഴിക്കുമ്പോൾ 536 കാലറീസാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. നിങ്ങൾ 1 മണിക്കൂർ നടന്നപ്പോൾ ഏകദേശം 400 കാലറി നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, പക്ഷേ നിങ്ങൾ 100 ഗ്രാം ചിപ്സ് അത് കഴിക്കാൻ വളരെ കുറച്ച് സമയം മതി അല്ലേ? അത് കഴിക്കുന്ന വഴി 500-ലധികം കാലറീസ് തിരിച്ച് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൻ ബുദ്ധിസത്തിൽ നിന്നും വന്നിട്ടുള്ള മൈൻഡ്ഫുൾനെസ് എന്ന ആശയമാണ്. മനസ്സിനെ അറിയുക, മനസ്സ് നിറയും വിധം എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. അതായത് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ മുഴുകി അതിനെ അറിഞ്ഞും ആസ്വദിച്ചും ചെയ്യുക എന്നതാണ് സാരം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മൈൻഡ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. വിശപ്പറിഞ്ഞ് പതിയെ ആസ്വദിച്ച് ചവച്ചരച്ച് മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. വിശപ്പില്ലെങ്കിലും കയ്യിൽ കിട്ടുന്ന എന്തും വാരി വലിച്ച് കഴിക്കുന്ന ശീലം ചിലർക്കുണ്ട്. ഇത് ശരീരഭാരം കൂടുന്നതിനും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും. അതേസമയം മൈൻഡ്ഫുൾ ഈറ്റിംഗ് പരിശീലിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, കൂടാതെ ഭക്ഷണം ആരോഗ്യകരമായ രീതിയിലേ കഴിക്കുകയുള്ളൂ എന്നുള്ള മാനദണ്ഡങ്ങൾ നാം തീർച്ചയായിട്ടും പിന്തുടരും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെടുക്കുന്ന ആ എഫേർട്ടിന് നല്ല റിസൾട്ട് ലഭിക്കും.